ഹലോ മൈ ഡിയർ ഫാമിലി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. വിർച്വൽ ഹഗ്സ് ടു ഓൾ മൈ ഫോളോവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്. ലവ് യു ഗൈസ് സോ മച്ച്. സോ ഇന്ന് ഞാനൊരു വീക്ക്ലി വ്ളോഗ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് കേട്ടോ. സോ ഞാൻ ഇത്രയും നാൾ ട്രൈ ചെയ്യാത്തൊരു പാറ്റേൺ ആണിത്. സോ ഐ തോട്ട് ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യാം. സോ കഴിഞ്ഞ ഒരു വീക്കിൽ നടന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും ഈ വ്ളോഗ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ഇറ്റ്. എല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, വല്ലാണ്ട് പ്രത്യേകിച്ചുള്ള സംഭവങ്ങളൊന്നുമില്ല. ആൻഡ് എല്ലാ വീക്കും ഇതേ സെയിം കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സോ ജസ്റ്റ് ഐ ആം ടേക്കിംഗ് ത്രൂ എ സ്മോൾ വീക്ക്. അപ്പോൾ ഇത് ഞാനൊരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഉള്ളൊരു ചെറിയ സംഭവമാണ്. ഇത് വീട്ടിൽ ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഇൻലോസും ഹസ്ബൻഡും എല്ലാം പുറത്ത് ഒരു ആവശ്യമായിട്ട് പോയിരിക്കുകയായിരുന്നു. സോ ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ആൻഡ് ആക്ച്വലി ഞാൻ കുക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും കംഫർട്ടും ഒക്കെ കേട്ടോ. അല്ലാണ്ട് മദറിലോ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഡേ ഞാൻ ചുമ്മാ ചെയ്യുന്നൊരു സംഭവം കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഗോതമ്പ് മാവ് ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഐറ്റംസ്. ഈ ചപ്പാത്തി, പൂരി പോലുള്ള കാര്യങ്ങളാണ്. സോ ഞാൻ എപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും എനിക്ക് നോർമൽ ചപ്പാത്തീസ് ഞാൻ ചെയ്യും, ബട്ട് അതിനേക്കാൾ ഐ ലവ് ടു മേക്ക് ലൈക്ക് ദിസ് സ്മോൾ ചപ്പാത്തീസ്. കുഞ്ഞിൽ കണ്ട പോലെ കുഞ്ഞാടി ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് പരത്തി ചെയ്യുന്ന പോലെയൊക്കെ. ആൻഡ് ജസ്റ്റ് ഒരു മുട്ടയും സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ബിക്കോസ് എനിക്ക് മാത്രം മതി. സോ ഞാൻ കുഞ്ഞു രീതിയിൽ തട്ടിക്കൂട്ടി എനിക്ക് ലൈക്ക് ഹൗ ഐ ലവ് ഇറ്റ് ആ രീതിയിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞതുപോലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചതൊക്കെ വാഷ് ചെയ്ത് ഒക്കെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടി വി കണ്ട് ഫുഡ് കഴിക്കാൻ വെച്ചു. ലൈക്ക് ജസ്റ്റ് എ മീ ടൈം, എൻ്റെ മാത്രം ടൈമാണല്ലോ, വേറെ ആരുള്ളൂ. ആൻഡ് ഐ ജസ്റ്റ് ലവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡേയ്സ് ആൻഡ് ടൈം. സോ ഇത് ഐ തിങ്ക് നെക്സ്റ്റ് ഡേ ആണ്. ഞാനും ഹസ്ബൻഡുമായിട്ട് ഈവനിങ് വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രി ഇതുപോലെ വീട്ടിലത്തേക്ക് ചില സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അപ്പോൾ ഐ തോട്ട് കുറേ നാളായി ഷേക്ക് കുടിച്ചിട്ട്, അപ്പോൾ എനിക്ക് ഷേക്ക് കുടിക്കാനൊരു കൊതി തോന്നി. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി നമ്മുടെ മണക്കാടുള്ള ഒരു കടയിൽ പോയി ഒരു ചോക്ലേറ്റ് ഷാർജ കുടിച്ചു. ആൻഡ് ദിസ് ഈസ് യെറ്റ് അനദർ ഹാപ്പി ന്യൂസ്. ഇത് ഞാൻ വഴിയെ പറയാം. ഒരു ന്യൂ പ്രോജക്റ്റ് എനിക്ക് കിട്ടിയൊരു കുഞ്ഞ് റോളാണ് കേട്ടോ. സോ അതിൻ്റെ ഷൂട്ടിംഗ് ഇതായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ നെക്സ്റ്റ് ഡേ. എനിക്ക് അൺഎക്സ്പെക്റ്റഡ്ലി പെട്ടെന്ന് കോൾ വന്ന് പോയി ചെയ്തൊരു വർക്കായിരുന്നു. ആൻഡ് ദിസ് ഈസ് ഓൾസോ അനദർ ഡേ. സോ ഇത് ഹസ്ബൻഡും മാമനുമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഡേ ആയിരുന്നു. സോ മോർണിംഗ് നമ്മൾ അമ്പലത്തിൽ പോയി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ദാറ്റ് ടു വാസ് ഒരു പെട്ടെന്നെടുത്ത ഡിസിഷനായിരുന്നു. സഡൻലി തലേദിവസം ഡിസൈഡ് ചെയ്ത് അടുത്ത ദിവസം പോകുമായിരുന്നു. സോ അതിൻ്റെ കെട്ടും അങ്ങനത്തെ കാര്യങ്ങളും അമ്പലത്തിൽ പോകുന്നതും അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആയിരുന്നു കേട്ടോ. സോ ആൻഡ് പുള്ളി പോയിട്ട് നെക്സ്റ്റ് ഡേ വന്നു. സോ അതായിരുന്നു. ആൻഡ് ഇത് ഞാൻ വീണ്ടും നെക്സ്റ്റ് ഡേ ആണ് ചെറിയൊരു പെഡിക്യൂർ കാര്യമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചെറുതായിട്ടൊക്കെ ചെയ്തു. ആൻഡ് ഞാനൊരു ടോണർ ഓർഡർ ചെയ്തിരുന്നു. എൻ്റെ റോസ് വാട്ടർ തീർന്നു പോയി. സോ അങ്ങനെ അത് ഓർഡർ ചെയ്ത് അതും കൂടി വന്ന ദിവസമായിരുന്നു. ആൻഡ് ദിസ് ഈസ് അഗെയിൻ നെക്സ്റ്റ് ഡേ നമ്മുടെ കാർത്തികയായിരുന്നു. സോ വീട്ടിൽ നമുക്ക് പറ്റുന്നിടത്തോളം സ്ഥലങ്ങളിൽ നമ്മൾ വിളക്കും ഇടിഞ്ഞിലും ഒക്കെ കത്തിച്ച് വെച്ച് വി സെലിബ്രേറ്റഡ് ഇൻ എ സ്മോൾ വേ. നമ്മുടേതായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. ഞാനും മദറിൻലോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടില്ലായിരുന്നു, ലേറ്റായി. സോ നമ്മൾ വന്നിട്ട് നമ്മളതൊക്കെ ചെയ്തു. ആൻഡ് ദെൻ തൊട്ടടുത്താണ് ആറ്റുവൽ അമ്പലം. സോ ആറ്റുവലമൊക്കെ പോയി തൊഴുതിട്ട് നമ്മൾ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ആ ഒരു ഡേ മൈൻഡപ്പ് ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. സോ ദിസ് വാസ് ഈ ഒരു വീക്കിലെ റുട്ടീൻസ് ആൻഡ് കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഈവൻറ്റ്സ്. സോ ഹോപ്പ് യു ആൾ ലൈക്ഡ് ആൻഡ് എൻജോയ്ഡ് ദിസ് വീഡിയോ. സോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് വീണ്ടും മറ്റ് വീഡിയോസായിട്ട് കാണാം. ബൈ.